Hi all, welcome back to Learning Planet. ലേണിംഗ് പ്ലാനറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സുകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കാണുമെന്ന് വിചാരിക്കുന്നു. നമുക്കിന്ന് പുതിയ ഒരു ഏരിയ പഠിക്കാം. നമുക്ക് ഇന്ന് ഈ സെൻറ്റൻസുകളെല്ലാം നോക്കാം. വളരെ എളുപ്പമാണ്. നമ്മളൊരു ഗ്രാമർ പഠിക്കുന്നുണ്ടതിൽ നിങ്ങൾക്ക് ഗ്രാമർ മനസ്സിലാക്കാനും എഴുതുമ്പോൾ തെറ്റാതെ എഴുതാനും സംസാരിക്കുമ്പോൾ നല്ല ആത്മവിശ്വാസത്തോടെ സംസാരിക്കാനും നിങ്ങൾക്ക് കഴിയും. ബിഗിനേഴ്സ് എല്ലാം തുടക്കം മുതലേ പഠിക്കുന്നതുകൊണ്ട് അവർക്ക് പൂർണ്ണമായിട്ടും അത് മനസ്സിലാക്കാൻ കഴിയും. പഠിച്ച ആളുകൾ ഏതെങ്കിലും ഒരു ഏരിയ മാത്രമായിരിക്കും കേൾക്കുക. അപ്പോൾ ചിലപ്പോൾ അതിൻ്റെ കണ്ടിന്യൂഷൻ ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചത് പ്രസൻറ്റിൽ, അതായത് നമ്മൾ പ്രസൻറ്റിൽ പല രൂപങ്ങളാണ് പഠിച്ചത്. അതായത് ചെയ്യുന്നു, ചെയ്തുകൊണ്ടിരിക്കുന്നു, ചെയ്തിട്ടുണ്ട്, ചെയ്തുകൊണ്ടേയിരിക്കുന്നു, അവൻ എഴുതുന്നു, അവന് എഴുതിക്കൊണ്ടിരിക്കുന്നു, അവൻ എഴുതിയിട്ടുണ്ട്, അവൻ എഴുതിക്കൊണ്ടേയിരിക്കുന്നു. കുറേ മുമ്പ് തുടങ്ങി ഇപ്പോൾ അങ്ങനെ. ഇനി അടുത്തൊരു ഏരിയയിലേക്ക് കഴിഞ്ഞ കാലങ്ങളിൽ സംഭവിച്ച കാര്യങ്ങൾ പല സബ് ഡിവിഷനുകളിലേക്ക്. സംഭവിച്ച കാര്യം സംഭവിച്ചു, സംഭവിച്ചുകൊണ്ടിരിക്കുന്നു, സംഭവിച്ചുകൊണ്ടിരുന്നു, സംഭവിച്ചിട്ടുണ്ടായിരുന്നു, അങ്ങനെ നമ്മൾ പറയുന്നതിനാണ് ഇന്ന് നമ്മൾ ശ്രദ്ധിക്കുന്ന ആ ഒരു ഏരിയയാണ്. അപ്പോൾ നമ്മളെങ്ങനെയാണ് പാസ്റ്റിലെ പല രൂപങ്ങളാണ് നമ്മളിപ്പോൾ നോക്കുന്നത്. അപ്പോൾ ഇത് സിമ്പിൾ പാസ്റ്റിലാണ് നമ്മളിവിടെ ആദ്യത്തേത് പറഞ്ഞിരിക്കുന്നത്. സംഭവിച്ചു എന്ന് മാത്രമാണ്. ഞാൻ അവനെ സഹായിച്ചു. സഹായിച്ചതിനൊരു ദിവസവും സമയവും ഒക്കെ വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. ഓക്കെ. ഇനി ഐ ഹെൽപ്ഡ് ഹിം, ഞാൻ അവനെ സഹായിച്ചു. വേർബിൻ്റെ രണ്ടാമത്തെ രൂപം ചേർത്ത് ഒബ്ജക്റ്റ് ചേർത്ത് എഴുതുന്ന സെൻറ്റൻസുകളെല്ലാം സിമ്പിൾ പാസ്റ്റിലായിരിക്കും. ഞാൻ അവനെ സഹായിച്ചു. അപ്പം ഞാൻ അവിടെ പോയി എന്ന് പറയുന്നത് വിചാരിക്കുക, ഐ പോവുക എന്നുള്ള രണ്ടാമത്തെ രൂപം. വെൻറ്റ് ദേർ, ഐ വെൻറ്റ് ദേർ, ഐ വെൻറ്റ് ദേർ. അപ്പോൾ ഇനി നോക്ക്, ഞാൻ അവനെ സഹായിച്ചു കൊണ്ടിരുന്നു. ഇവിടെ ആ ജോലി തുടരുന്നുണ്ട്, സഹായിക്കുക എന്നുള്ള പ്രവൃത്തി തുടരുന്നുണ്ട്. പക്ഷേ ഇപ്പോഴല്ല, കുറച്ച് മുമ്പ് തുടർന്നുകൊണ്ടിരുന്നു. ഉദാഹരണത്തിന് സഹായിച്ചത് ഒരു 2 ആഴ്ച മുമ്പാണ്. ആ സഹായിക്കുന്നത് ഒരു വർക്കിന് സഹായിക്കുകയാണ്. അപ്പോൾ കുറേ സമയം നമ്മൾ അങ്ങനെ അവനെ സഹായിച്ചു കൊണ്ടിരുന്നു. അപ്പം ഞാൻ അവനെ സഹായിച്ചു കൊണ്ടിരുന്നു. ഞാൻ അവനെ സഹായിച്ചു കൊണ്ടിരിക്കുന്നു പറഞ്ഞാൽ നമ്മളിപ്പോൾ ബിസിയാണ്. ഞാൻ അവനെ സഹായിച്ചു കൊണ്ടിരിക്കുന്നു, നീ പിന്നെ വിളിക്കും. അതാണ് വ്യത്യാസം. അപ്പം ഞാൻ അവനെ സഹായിച്ചു കൊണ്ടിരുന്നു. അപ്പോഴെന്ത് വരും? ഈ ഐക്ക് ശേഷം ഓക്സിലറി വന്നു. പാസ്റ്റ് ടെൻസിലായി സിംഗുലറായിട്ട് ഉപയോഗിക്കുന്നു. ഐ വാസ്. വാസ് എന്ന് മാത്രം ചേർത്താൽ ഞാൻ പറഞ്ഞല്ലോ സിമ്പിൾ പാസ്റ്റ് എന്നാവും. പക്ഷേ ഇവിടെ ING ചേർത്തുകൊണ്ട് പാസ്റ്റ് കണ്ടിന്യൂസ് ആയി. ഇത് സിമ്പിൾ പാസ്റ്റും ഇത് പാസ്റ്റ് കണ്ടിന്യൂസുമാണ്. ഐ വാസ് ഹെൽപ്പിംഗ് ഹിം. ഈ സിമ്പിൾ പാസ്റ്റിൽ വേറെന്ന ഓക്സിലറിയും ഉണ്ട്. ഇവിടെ ഐക്ക് പകരം വി എന്നാണ് വന്ന് വിചാരിക്കുക, ഞങ്ങൾ. അപ്പോൾ വി വേർ ഹെൽപ്പിംഗ് ഹിം, യു വേർ ഹെൽപ്പിംഗ് ഹിം, ദേ വേർ ഹെൽപ്പിംഗ് ഹിം, ബോയ്സ് were helping him, girls were, all the students were helping him. അപ്പോൾ ഒരാളെ സഹായിക്കേണ്ട ഒരു ബാധ്യത ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ വിദ്യാർത്ഥികളെല്ലാം അവനെ സഹായിച്ചു കൊണ്ടിരുന്നു. ഓൾ ദി സ്റ്റുഡൻസ്. അപ്പോൾ വാസ് എന്നുള്ളതിന് വേറെ നമ്മൾ വേറെന്ന് ചേർക്കും. ഓൾ ദി സ്റ്റുഡൻസ് വേർ ഹെൽപ്പിംഗ് ഹിം. അപ്പോൾ ഇവിടെ ഓക്സിലറി ഇല്ല. ആക്റ്റീവ് വോയിസ് എന്ന് പറയുന്നതിന് സിമ്പിൾ പാസ്റ്റിലും സിമ്പിൾ പ്രസൻറ്റിലും പോസിറ്റീവായ സെൻറ്റൻസുകൾ പറയുമ്പോൾ നമ്മൾ ഓക്സിലറി ചേർക്കുന്നില്ല. നെഗറ്റീവ് പറയുമ്പോൾ സിമ്പിൾ പ്രസൻറ്റിൽ ഡു നോട്ട്, ഡസ് നോട്ട് വരും, ഇവിടെ ഡിഡ് നോട്ടും വരും. അപ്പോൾ നോക്കൂ, ഐ ഹെൽപ്ഡ് ഹിം, ഞാൻ അവനെ സഹായിച്ചു. ഐ വാസ് ഹെൽപ്പിംഗ് ഹിം, ഞാൻ അവനെ സഹായിച്ചു കൊണ്ടിരുന്നു. അങ്ങനെയാണ് പറയുക. അപ്പം ഞങ്ങൾ ട്രെയിനിൽ സഞ്ചരിച്ചു കൊണ്ടിരുന്നു. വി വേർ ട്രാവലിംഗ് ബൈ ട്രെയിൻ, വി വേർ ട്രാവലിംഗ് ബൈ ട്രെയിൻ. ഇനി അടുത്തത്, ഞാൻ അവനെ സഹായിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എങ്ങനെയെന്ന് വെച്ചാൽ ഞാൻ അവനെ സഹായിച്ചു എന്ന് പറയുന്നത് കഴിഞ്ഞ ആഴ്ചയാണെന്ന് വിചാരിക്കാം. കഴിഞ്ഞ ഞായറാഴ്ച ഞാൻ അവനെ സഹായിച്ചു. അതിനു മുമ്പാണ് സംഭവിച്ചെങ്കിലാണ് നമ്മളെന്ത് പറയുന്നത്, സഹായിച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് സഹായിച്ചു എന്ന് പറയുന്നത് പാസ്റ്റ്, സഹായിച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറയുന്നത് പാസ്റ്റ് പെർഫെക്റ്റ്. പാസ്റ്റിനും മുമ്പാണ് സംഭവിക്കുന്നതെങ്കിൽ അതിനെയാണ് നമ്മൾ പാസ്റ്റ് പെർഫെക്റ്റ് എന്ന് പറയുക. മനസ്സിലായല്ലോ? അതായത് ഒരാൾ പറയാണ്, ഞാൻ മൈസൂരിലെ സൂ കണ്ടിട്ടുണ്ട് ഒരാൾ പറയാണ്. വേറൊരാൾ പറയാണ്, ഞാൻ ആ സൂ കണ്ടിരുന്നു കുറച്ച് കാലങ്ങൾക്ക് മുമ്പ്. മറ്റൊരാൾ പറയുകയാണ്, ഞാൻ കുട്ടിക്കാലത്ത് അത് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാം വ്യത്യാസമുണ്ട്.
ഇപ്പോൾ മൈസൂരിലെ സൂ കണ്ടിട്ടുണ്ട്, ഒരാളിപ്പോൾ ഈ റീസെൻ്റായിട്ട് കണ്ടിട്ടുണ്ട്. ഐ ഹാവ് വിസിറ്റഡ് ദ സൂ ഇൻ മൈസൂർ. ഐ ഹാവ് വിസിറ്റഡ് ദ സൂ ഇൻ മൈസൂർ. അത് പ്രസൻറ്റ് പെർഫെക്റ്റ് ആണ്, ഞാൻ റീസെൻ്റായിട്ട് അത് കണ്ടിട്ടുണ്ട്. വേറൊരാൾ പറയണം ഐ വിസിറ്റഡ് ദ സൂ ഇൻ മൈസൂർ ലാസ്റ്റ് മന്ത്. കഴിഞ്ഞ മാസം ഞാൻ മൈസൂരിലെ സൂ മൃഗശാല സന്ദർശിച്ചിരുന്നു. അപ്പോൾ ഒരാൾ പറയാണ് ഐ ഹാഡ് വിസിറ്റഡ് ദ സൂ ഫ്യൂ ഇയേഴ്സ് അഗോ. ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ഐ ഹാഡ് വിസിറ്റഡ് ദ സൂ ഫ്യൂ ഇയേഴ്സ് അഗോ. ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ആ സൂ സന്ദർശിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാനവിടെ പോയിട്ടുണ്ട് അടുത്ത കാലത്ത്, ഞാനവിടെ പോയി സംഭവിച്ചു കഴിഞ്ഞു, ഞാനവിടെ പോയിട്ടുണ്ടായിരുന്നു, ഇതിനൊക്കെ മുൻപാണ് അത് സംഭവിക്കുന്നത്. ഇപ്പോൾ പിടികിട്ടിയല്ലോ, ഒരു കാര്യം ചെയ്തിട്ടുണ്ട്, റീസെൻ്റ് ആയിട്ടുള്ള കാര്യം, ചെയ്തു കഴിഞ്ഞു പോയ കാര്യം സിമ്പിൾ പാസ്റ്റ്, ചെയ്തിട്ടുണ്ടായിരുന്നു അതിനൊക്കെ മുമ്പ്. അപ്പോൾ കഴിഞ്ഞ സംഭവങ്ങൾ കൃത്യമായി പറയുന്നത് സിമ്പിൾ പാസ്റ്റ്, സിമ്പിൾ പാസ്റ്റിന് മുമ്പ് സംഭവിച്ചതെല്ലാം പാസ്റ്റ് പെർഫെക്റ്റ്. ഓക്കെ, ഇനി ഞാനവനെ സഹായിച്ചുകൊണ്ടേയിരുന്നു പറഞ്ഞെന്താ അർത്ഥം? ഇപ്പോഴും ഞാൻ അവനെ സഹായിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ് അർത്ഥം. എന്നാൽ ഞാൻ അവനെ സഹായിച്ചുകൊണ്ടേയിരുന്നു പറഞ്ഞാലോ, കുറേ കാലങ്ങൾക്ക് മുമ്പ് അവനൊരാവശ്യം വന്നു, അപ്പം ഞാൻ അവൻ്റെ ഷോപ്പിൽ പോയി, വർഷങ്ങളോളം ഞാൻ അവിടെ നിന്നു, ഇപ്പം ഞാൻ മടങ്ങി വന്നു. അപ്പം നമ്മളങ്ങനെ പറയും വർഷങ്ങളോളം ഞാൻ അവനെ അവൻ്റെ കടയിൽ സഹായിച്ചുകൊണ്ടേയിരുന്നു, അല്ലെങ്കിൽ ഞാൻ അവനെ സഹായിച്ചുകൊണ്ടേയിരുന്നു. ഇതാണ് വ്യത്യാസം. അപ്പോൾ പാസ്റ്റിൽ തന്നെ ഒരു കാര്യം തുടർന്നുകൊണ്ടേയിരുന്നു, പിന്നെ ആ സമയത്ത് തന്നെ ആ ഒരു കാലത്ത് തന്നെ അത് അവസാനിച്ചു. അപ്പോൾ പാസ്റ്റിൽ ഒരു കാര്യം തുടങ്ങുന്നു, പാസ്റ്റിൽ തന്നെ കുറേ കാലം തുടരുന്നു, എന്നിട്ട് അത് അവസാനിക്കുകയും ചെയ്തു പാസ്റ്റിൽ തന്നെ. അപ്പോൾ അതാണ് പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിൽ ഒന്നും ആലോചിക്കേണ്ട, ഹാഡ് ബീൻ ചേർക്കുക, ഐ എൻ ജി ചേർക്കുക. അപ്പോൾ നമ്മളത് ചെയ്തുകൊണ്ടേയിരുന്നു എന്നാണ്, ഇപ്പോഴില്ല. പക്ഷേ വർഷങ്ങളോളം ആ പ്രോസസ്സ് തുടർന്നുകൊണ്ടിരുന്നു. ഇതാണ് വ്യത്യാസം. അപ്പോൾ ഐ ഹെൽപ്ഡ്, ഞാൻ സഹായിച്ചു. ഐ വാസ് ഹെൽപ്പിംഗ്, ഞാൻ സഹായിച്ചു കൊണ്ടിരുന്നു. ഐ ഹാഡ് ഹെൽപ്ഡ്, ഞാൻ സഹായിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിനും മുമ്പ് സംഭവിച്ചുകൊണ്ടാണ് ഐ ഹാഡ് ഹെൽപ്ഡ്, ഞാൻ സഹായിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ സഹായിച്ചത് 2022 വിചാരിക്കുക. അപ്പോൾ 2-3 വർഷം മുമ്പുള്ള കാര്യമാണ് പറയുന്നത്. എന്നാൽ 10-40 വർഷങ്ങൾക്ക് മുമ്പുള്ളൊരു കാര്യം നമ്മൾ പറയുന്നു, അല്ലെങ്കിൽ 2022 മുമ്പുള്ളൊരു കാര്യം പറയുകയാണെങ്കിൽ നമ്മൾ സ്വാഭാവികമായിട്ട് പറയും ഹാഡ് ഹെൽപ്ഡ് എന്ന് പറയും. അപ്പോൾ ഒരു കാര്യം സംഭവിച്ചു സിമ്പിൾ പാസ്റ്റ്, അതിനു മുമ്പ് എന്ത് സംഭവിച്ചാലും അതുമായി കണക്ട് ചെയ്ത് പറയുമ്പോൾ നമ്മൾ പാസ്റ്റ് പെർഫെക്റ്റ് പറയണം. മനസ്സിലായല്ലോ? അപ്പോൾ നമ്മൾ ഇങ്ങനെയാണത് മനസ്സിലാക്കേണ്ടത്. പിന്നെ ഈ ഒരു കാര്യം, ഈ പാസ്റ്റ് കണ്ടിന്യൂസും പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസും തമ്മിൽ വ്യത്യാസം. പാസ്റ്റ് കണ്ടിന്യൂസ് ഈ അടുത്ത കാലത്ത് അല്ലെങ്കിൽ പാസ്റ്റിൽ കുറച്ച് കാലം തുടർന്നുകൊണ്ടിരുന്നു എന്ന് മാത്രമേ പറയുന്നുള്ളൂ, ഒരുപാട് പാസ്റ്റിലേക്കല്ല. അതായത് ലോങ് പാസ്റ്റിലാണ് സംഭവിക്കുന്നതെങ്കിലാണ് നമ്മൾ ഹാഡ് ബീൻ ഐ എൻ ജി ചേർക്കുക. അപ്പം ഞങ്ങൾ വർഷങ്ങളോളം വിദേശത്ത് ജോലി ചെയ്തുകൊണ്ടേയിരുന്നു. ഒരാൾ 40 വർഷം വിദേശത്തായിരുന്നു, 20 വയസ്സായപ്പോൾ പോയി, 60 വയസ്സായപ്പോൾ തിരിച്ചു വന്നു. ഇപ്പോൾ ആൾക്ക് 62 വയസ്സുണ്ട്. അപ്പോൾ 2 വർഷമായിട്ട് ആൾ ഇവിടെ നാട്ടിലുണ്ട്. അപ്പോൾ അയാൾ പറയും ഞാനൊരു 40 വർഷത്തോളം വിദേശത്ത് ജോലി ചെയ്തുകൊണ്ടേയിരുന്നു. അപ്പോൾ അതൊരു ലോങ് സ്പാനാണിത്, ഒരു വലിയ കാലയളവാണ്. അപ്പോൾ അയാൾ സ്വാഭാവികമായിട്ടും അങ്ങനെയാണ് പറയുക. നമുക്ക് വേറൊരു എക്സാമ്പിൾ നമ്മൾ പറഞ്ഞ് നിർത്താം. ഓക്കെ നമുക്കിനി നോക്കാം. വി വിസിറ്റഡ് ഡൽഹി, ഞങ്ങൾ ഡൽഹി സന്ദർശിച്ചു. സിമ്പിൾ പാസ്റ്റ്, സബ്ജക്റ്റും വെർബിൻ്റെ രണ്ടാമത്തെ രൂപവും. അങ്ങനെ വന്നാലെല്ലാം സിമ്പിൾ പാസ്റ്റ്. ഭൂതകാലം, സാമാന്യ ഭൂതകാലം, കഴിഞ്ഞു പോയ സംഭവം. വി വർ വിസിറ്റിംഗ് ഡൽഹി, ഞങ്ങൾ ഡൽഹി സന്ദർശിച്ചു കൊണ്ടിരുന്നു. ഒരു കണ്ടിന്യൂഷൻ ഉണ്ട്, ഒരു തുടർച്ചയുണ്ട്. പക്ഷേ ഇപ്പോഴല്ല, പാസ്റ്റിലാണ് കണ്ടിന്യൂ ചെയ്ത്. കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ഞങ്ങൾ ആ ദിവസം ഡൽഹി സന്ദർശിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു, അല്ലെങ്കിൽ സന്ദർശിച്ചു കൊണ്ടിരുന്നു, അങ്ങനെ പറയാം. ഞങ്ങൾ ഡൽഹി സന്ദർശിച്ചു കൊണ്ടിരുന്നു. ഓക്കെ, ഇനി വി ഹാഡ് വിസിറ്റഡ് ഡൽഹി, ഞങ്ങൾ ഡൽഹി സന്ദർശിച്ചിട്ടുണ്ടായിരുന്നു. അതായത് ഞങ്ങൾ ഡൽഹി എന്നാണോ സന്ദർശിച്ചത്, ആദ്യം പറയുന്നത് സിമ്പിൾ പാസ്റ്റ്, അതിനു മുമ്പാണ് നമ്മൾ സന്ദർശിച്ചെങ്കിൽ നമ്മൾ അങ്ങനെയാണ് പറയുക. അതായത് ഒരാൾ പറയുകയാണ് വി വിസിറ്റഡ് ഡൽഹി ലാസ്റ്റ് വീക്ക്, വി വിസിറ്റഡ് ഡൽഹി ലാസ്റ്റ് ഇയർ. അപ്പോൾ ഫ്രണ്ട് പറയുകയാണ് ആൻഡ് വി ഹാഡ് ഓൾസോ വിസിറ്റഡ് ഡൽഹി വൺസ്, ഞങ്ങൾ ഒരിക്കൽ ഡൽഹി സന്ദർശിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അയാൾക്ക് ആ വർഷം പോലും പറയാൻ കിട്ടുന്നില്ല. അപ്പോൾ പാസ്റ്റിൽ പറയുന്ന ആളോട് അതിനു മുമ്പാണ് നമ്മൾ ചെയ്തതെന്ന് ഓർമ്മപ്പെടുത്താനും കൂടെ നമുക്കിത് പറയാൻ പറ്റും. ഐ ഹാഡ് വിസിറ്റഡ് ഡൽഹി വൺസ്,
ഐ ഹാവ് വിസിറ്റഡ് 1 or 2 times, 3 or 4 times. 3 or 4 തവണ ഞാൻ ഡൽഹി സന്ദർശിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെയൊക്കെ നമ്മൾ പറയും. അപ്പോൾ ഒരാൾ പാസ്റ്റ് പറയുമ്പം അതിന് മുമ്പ് ആ കാര്യം നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിലും നമ്മൾ ഇങ്ങനെയാണ് പറയുക. മനസ്സിലായല്ലോ? അങ്ങനെ കുറച്ച് കാലം അല്ലെങ്കിൽ ദിവസങ്ങൾക്കോ മാസങ്ങൾക്കോ വർഷങ്ങൾക്കോ മുമ്പ് കൃത്യമായി ഡേറ്റ് പറയുകയാണെങ്കിൽ സിമ്പിൾ പാസ്റ്റ് പറയാം. ഒരു കാര്യം തുടർന്നുകൊണ്ടിരുന്നുവെങ്കിൽ നമ്മൾ പാസ്റ്റ് കണ്ടിന്യൂസ് പറയും. അപ്പോൾ ഇവിടെ സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? വാസ് എന്ന് ചേർക്കും. പ്ലൂറൽ ആണെങ്കിൽ വേറെ എന്ന് ചേർക്കും. ഐ പാസ്റ്റ് എത്തുമ്പോഴത്തേക്ക് സിംഗുലറായി മാറി. ഇനി വി ഹാഡ് വിസിറ്റഡ് എന്ന് പറഞ്ഞതാണ് നമ്മൾ പാസ്റ്റ് പെർഫെക്റ്റ് എന്ന് പറഞ്ഞ് സന്ദർശിച്ചിട്ടുണ്ടായിരുന്നു. ഇനി വി ഹാഡ് ബീൻ വിസിറ്റിംഗ് ഡൽഹി, ഞങ്ങൾ ഡൽഹി സന്ദർശിച്ചു കൊണ്ടേയിരുന്നു. അതായത് ദിവസങ്ങളോളം അല്ലെങ്കിൽ മാസങ്ങളോളം ആഴ്ചകളോളം നീളുന്ന ഒരു സന്ദർശനമായിരുന്നു. അപ്പം ഞങ്ങളങ്ങനെ സന്ദർശിച്ചുകൊണ്ടേയിരുന്നു. കുറേ ദിവസങ്ങളോളം, കുറേ കാലങ്ങളോളം, കുറേ മാസങ്ങളോളം ഞങ്ങൾ ഡൽഹി സന്ദർശനം തന്നെയായിരുന്നു. അപ്പോൾ എന്തെങ്കിലുമൊക്കെ വലിയൊരു പരിപാടിയായിട്ട് പോയതായിരിക്കും. അതാണ് പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. അപ്പോൾ നോക്ക്, പാസ്റ്റ് കണ്ടിന്യൂസും പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസും തുടർന്നുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. പക്ഷേ ഇത് കുറേ കാലം മുമ്പ് ഒരു സ്ഥലത്തൊരാൾ പോയി അവിടെ സന്ദർശിക്കാൻ തുടങ്ങി, മാസങ്ങളോളം നീളുന്ന ഒരു സന്ദർശനം അല്ലെങ്കിൽ കുറേ ഒരു നീണ്ട കാലയളവ് അയാൾ അവിടെ ആ കാര്യം ചെയ്തുകൊണ്ടേയിരുന്നു. അങ്ങനെ ആകുമ്പോൾ മാത്രമാണ് ഹാഡ് ബീൻ ചേർക്കുക. ഇതിങ്ങനെ തുടർന്നുകൊണ്ടിരുന്നു എന്ന് മാത്രം പറയാനാണ് നമ്മൾ പറയുന്നത്. തുടർന്നുകൊണ്ടേയിരുന്നു പറയുമ്പോൾ തന്നെ അതിലൊരു നീളം കൂടുതലുണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മളൊന്ന് പഠിക്കുന്നത്. നമ്മൾ സിമ്പിൾ പാസ്റ്റ് പഠിച്ചു, പാസ്റ്റ് കണ്ടിന്യൂസ് രണ്ടാമത്തത്, മൂന്നാമത്തത് പാസ്റ്റ് പെർഫെക്റ്റ്, മൂന്നാമത്തത് പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. പക്ഷേ നമ്മളിങ്ങനെയൊന്നും ടെൻസ് പഠിക്കാതെ നമ്മളൊരു കാര്യം സംഭവിച്ചുകൊണ്ടിരുന്നു, സംഭവിച്ചിട്ടുണ്ടായിരുന്നു, സംഭവിച്ചുകൊണ്ടേയിരുന്നു അങ്ങനെ പറയുമ്പോഴാണ് നമ്മൾ ഈ ടെൻസുകളൊക്കെ ചിന്തിക്കേണ്ടത്. ഓക്കെ, ക്ലാസ്സുകളെല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു എന്ന് കരുതുന്നു. ചാനൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഒപ്പം സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ സുഹൃത്തുക്കൾക്കെല്ലാം ഷെയർ ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.